ഏവർക്കും ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഇന്ന് തിരുവോണം എല്ലാവരും നന്നായി ആഘോഷിച്ച് കാണും എന്ന് കരുതുന്നു. ഈ ഓണാഘോഷത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. ഓണം ആഘോഷിക്കേണ്ടത് ഹൈന്ദവർ മാത്രമാണെന്നും മറ്റു ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർ അത് ആഘോഷിക്കുന്നത് ശരിയല്ല എന്നൊക്കെയുള്ള ചില ചർച്ചകൾ. നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിൽ മുതൽ ഭാഷ പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ പഠിച്ചപ്പോൾ മുതൽ നമ്മൾ പഠിച്ച ഒരു പ്രധാന അന്നത്തെ ഒരു ചാപ്റ്ററായിരുന്നു ഓണത്തെക്കുറിച്ചുള്ളത്. ഓണം നമ്മുടെ ദേശീയോത്സവമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ് പഠിച്ചവരാണ് നമ്മളൊക്കെ. കേരളത്തിൻ്റെ ദേശീയോത്സവം അങ്ങനെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് മാത്രമുള്ളതോ അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങൾ ഉപേക്ഷിക്കേണ്ടതോ ആയ ഒന്നാണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഓണത്തിൻ്റെ ഐതിഹ്യം കടന്നു വരുമ്പോൾ ഹൈന്ദവ ചരിത്രവുമായി ചില ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെ. അതിപ്പോൾ കേരളത്തിൻ്റെ സൃഷ്ടിയിൽ പോലും നമ്മുടെ പരശുരാമനും ഒക്കെ കടന്നു വരുന്നുണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ ഓണം എന്ന് പറയുന്നത് ഒരു മിത്താണ്. മിത്തിനെ മിത്തായി തന്നെ കാണണം, അല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം. ഇവിടെ മഹാബലി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു, ഇങ്ങനൊരു ഭരണം നടന്നിരുന്നു, വാമനൻ്റെ അവതാരം ഇത് ഹൈന്ദവ ചരിത്രത്തിലേതല്ലേ, ഇങ്ങനെയൊന്നും ചിക്കിച്ചെറിഞ്ഞ് ആവശ്യമില്ലാതെ ഇതിനെ വക്രീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഓണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ദേശീയോത്സവമാണ്. കേരളം 10 ദിവസം, വേറെ ഏത് ഉത്സവമുണ്ട് ഇത്രയും നീണ്ടു നിൽക്കുന്ന ഉത്സവം? 10 ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അത്തം മുതൽ 10 ദിവസം നമ്മൾ ഓണം ആഘോഷിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയധികം ജാതി മതവിഭാഗങ്ങൾ ഏകോദര സഹോദരങ്ങളെ പോലെ ആഘോഷിക്കുന്ന മറ്റൊരു ആഘോഷം ഉണ്ടാകാൻ പാടില്ല. കാരണം മറ്റാഘോഷങ്ങളൊക്കെ അതാത് മതങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളാണ്. അത് തീർച്ചയായിട്ടും ഏത് മതത്തിൻ്റെ ഉത്സവമാണോ ആ മതത്തിലുള്ളവരാണ് അത് ആഘോഷിക്കുന്നത്. എന്നാൽ ഓണം അങ്ങനെയല്ല. ഓണം എല്ലാ ജാതി മതവിഭാഗങ്ങൾക്കും ഒരു വ്യത്യാസവുമില്ലാതെ ഏകോദര സഹോദരങ്ങളെ പോലെ സൗഹൃദത്തിലൂന്നി ആഘോഷിക്കേണ്ട ഒന്നാണ്. അതുകൊണ്ടത് എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ആഘോഷിക്കേണ്ടതാണ്. ഹൈന്ദവ സഹോദരങ്ങളും ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമുദായവും ഒക്കെ ആഘോഷിക്കേണ്ട ഒന്നാണ് ഓണം എന്ന് പറയുന്നത്. ഓണത്തിൻ്റെ സന്ദേശം തന്നെ ഒരുമയുടെ സന്ദേശമാണ്. നമുക്കറിയാമല്ലോ, 10 ദിവസത്തെ പൂക്കളങ്ങൾ എത്ര മനോഹരമാണ്. ഓരോ ദിവസവും പൂക്കളങ്ങൾ ഇങ്ങനെ വലുതായി വലുതായി വന്നിട്ട് ഉത്രാടത്തിൻ്റെ അന്ന്, തിരുവോണത്തിൻ്റെ അന്ന് ചെയ്യുന്ന ഓരോരോ ആക്ടിവിറ്റീസും എത്ര ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ആസ്വാദ്യകരമായ ചില ദിവസങ്ങളല്ലേ ഈ ഓണത്തിൻ്റെ സമയത്ത് കടന്നു പോകുന്നത്. അതിനെ നിഷേധിക്കാമോ? വേണ്ടെന്ന് വയ്ക്കാമോ? നമ്മുടെ പുതിയ തലമുറയ്ക്ക് തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ പകർന്നു കൊടുക്കണം. അവർ സ്കൂളുകളിൽ ഇരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുന്ന കുട്ടികൾ അവർ ഏത് ജാതി എന്ന് നോക്കാതെ അവരെ സ്നേഹിക്കാനും അവരോട് സഹകരിച്ച് കൈകോർത്ത് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകാനും ഒക്കെ അവർക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശമാണ് ഓണത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പൂക്കളങ്ങളും ഓണസദ്യയുമാണല്ലോ ഓണത്തിന് പ്രധാനമായും നമ്മുടെ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന 2 കാര്യങ്ങൾ. പൂക്കളൊന്ന് ശ്രദ്ധിച്ച്, വിവിധ രൂപത്തിലും വിവിധ നിറത്തിലും ഉള്ള അനേകം പൂക്കളെ ഒരു പ്രത്യേക ഡിസൈനിൽ ചേർത്ത് വെച്ച് കഴിയുമ്പോഴാണ് പൂക്കളം മനോഹരമാകുന്നത്. പകരം നിങ്ങൾ ചിന്തിച്ച് അവിടെ ഒരേ കളറിലുള്ള ഒരേ തരം പൂക്കൾ മാത്രം ഒരു വട്ടത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല പൂക്കളമാകുമോ? ഒരിക്കലില്ല. അതുപോലെ തന്നെ ഓണസദ്യ എടുക്കുക. ഓണസദ്യയിലെ വിഭവങ്ങൾ ഒരൈറ്റം മാത്രം വെച്ച് കഴിഞ്ഞാൽ സദ്യ സ്വാദിഷ്ടമാകുമോ? ഇല്ല. അവിടെയും പല രുചിയിലും പല നിറത്തിലും പല ഗന്ധത്തിലുമുള്ള പലതരം ഐറ്റംസ് ഒന്നു ചേരുമ്പോഴാണ് ആ ഓണസദ്യയുടെ മനോഹാരിത. ഇത്രയധികം വിഭവങ്ങളുള്ള വേറെ ഏതൊരു സദ്യ ഉള്ളത്? അപ്പോൾ അത് ഇങ്ങനെ പല വിഭവങ്ങളുടെ അല്ലെങ്കിൽ പലതരം ആളുകളുടെ കൂട്ടത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ഉത്സവം, നമ്മുടെ മലയാള നാടിൻ്റെ സ്വന്തം ഉത്സവം. അതിനെ ഒരു കാരണവശാലും ജാതിയുടെയോ മതത്തിൻ്റെയോ പേര് പറഞ്ഞിട്ട് വേർതിരിക്കരുത്. ആ വേർതിരിവിൻ്റെ ചിന്താഗതി നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഒരു കാരണവശാലും പകർന്നു കൊടുക്കരുത്. പകരം പരസ്പര സഹകരണത്തിൻ്റെയും സഹോദരത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒരുമയുടെയും ഒക്കെ നല്ല സന്ദേശമാണ് ഓണം വഴി നാം പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത്. ഓണം എന്ന് പറഞ്ഞാൽ ഒരുമയുടെ ഓണം, ഒരുമയുടെ കൂട്ടായ്മയായിരിക്കണം. ഒന്നാകണം എന്നതിൻ്റെ ചുരുക്കപ്പേര് വേണമെങ്കിൽ ഓണം എന്ന് പറയാം. അപ്പോൾ ഓണം എല്ലാ വിഭാഗം ജനങ്ങളും ഒരു വ്യത്യാസവുമില്ലാതെ വളരെ നല്ല രീതിയിൽ ആഘോഷിക്കേണ്ട നമ്മുടെ ദേശീയോത്സവം തന്നെയാണ്. അതിൽ വിഭാഗീയത സൃഷ്ടിക്കരുത്. ഇപ്പോൾ ചില കുട്ടികളൊക്കെ
പറയും, അവരുടെ പേരൻസ് പറയും, അയ്യോ അത് നമ്മുടേതല്ല, അതുകൊണ്ട് നിങ്ങളതിന് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന മാനസിക അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അത്തരത്തിലുള്ള വേർതിരിവ് ദയവ് ചെയ്ത് പുതിയ തലമുറയുടെ ഇടയിൽ ഉണ്ടാക്കി കൊടുക്കരുത്. അതുകൊണ്ട് ഒന്നിച്ച് ഒരുമയുടെ ഒന്നായി മലയാളികളെല്ലാം, അത് ലോകത്തെവിടെയുള്ള മലയാളികളായാലും മലയാളികളെല്ലാം ആവേശപൂർവ്വം ആഘോഷിക്കേണ്ട ഒന്നാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസ.